The two major novelist poets of Canada, Margaret Atwood and Michael Ondaatje. മാർഗരറ്റ് അറ്റ്വുഡും മൈക്കൽ ഒണ്ടാച്ചയും സമകാലീന കാനഡിയൻ കവിതയ്ക്ക് പ്രധാന സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സ്ത്രീവാദ കാവ്യദൃഷ്ടിയുടെ ശാക്തീകരണം. അറ്റ്വുഡ് തൻ്റെ കവിതകളിൽ സ്ത്രീയുടെ ശാരീരികവും മാനസികവുമായ അനുഭവങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുന്നു. സ്ത്രീ ശബ്ദത്തെ കാനഡിയൻ കവിതയിലേക്ക് ശക്തമായി കൊണ്ടുവന്ന സ്ത്രീകൾക്കായി കാവ്യവേദി സൃഷ്ടിച്ചു. അറ്റ്വുഡിൻ്റെ കവിതകൾ പരിസ്ഥിതിയോടുള്ള മനുഷ്യൻ്റെ ബന്ധത്തെ വിമർശനാത്മകമായി അവതരിപ്പിക്കുന്നു. ആധുനിക കനേഡിയൻ കവിതയിലെ പരിസ്ഥിതി കവിതകൾക്കും രാഷ്ട്രീയ കാവ്യശൈലികൾക്കും ഒരു മാറ്റമുണ്ടാക്കുന്ന അറ്റ്വുഡിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. ലളിതമെങ്കിലും തീവ്രവും വ്യക്തതയുമുള്ള ഭാഷയാണ് അറ്റ്വുഡിൻ്റെ ശൈലി. ആധുനിക കാനഡിയൻ കവിതയെ അഭിപ്രായ പ്രകടനത്തിൻ്റെ ശക്തമായ ശബ്ദമായി മാറാൻ ഈ ശൈലി സഹായിച്ചു. മൈക്കൽ ഒണ്ടാച്ചയാവട്ടെ, ഡയസ്പോറിക രീതിയിലുള്ള ശ്രീലങ്കയിൽ ജനിച്ച് കാനഡയിൽ വളർന്ന ഒണ്ടാച്ചെ അന്തർദേശീയ സംസ്കാര സങ്കീർണമായ അനുഭവങ്ങൾ കവിതയിലൂടെ അവതരിപ്പിക്കുന്നു. ഇത് കാനഡയുടെ ബഹുസാംസ്കാരിക മുഖം കവിതയിലേക്ക് വീണ്ടെടുക്കുന്നു. ആഖ്യാനപൂർണമായ കവിതാശൈലി. ഒണ്ടാച്ചയുടെ കഥ, ചരിത്രം, ഓർമ്മ എന്നിവ സംയോജിപ്പിച്ച് പുതിയൊരു കവിതാശൈലി കാനഡിയൻ സാഹിത്യത്തിൽ അവതരിപ്പിച്ചു. ഉദാഹരണത്തിന് ദ കളക്റ്റഡ് വർക്ക്സ് ഓഫ് ബില്ലി ദ കിഡ് പോലുള്ള കൃതികൾ കഥയും കവിതയും തമ്മിലുള്ള അതിരുകൾ താണ്ടിയുള്ള എഴുത്തിൻ്റെ പരിധികൾ വികസിപ്പിച്ചു. ഭാഷയുടെ പരീക്ഷണാത്മകത. ഒണ്ടാച്ചയുടെ കവിതയിൽ ഭാഷ, അതിൻ്റെ തടി, മിഴിവ്, സംസ്കാര ബന്ധങ്ങൾ എന്നിങ്ങനെ പലതരത്തിൽ പരീക്ഷിക്കപ്പെടുന്നു. ഇത് കാനഡിയൻ കവിതയെ ഭൗമപരമായ അതിരുകൾ കടക്കുന്നതിലേക്ക് നയിച്ചു.